Hello friends, once again welcome to my channel Siyal Creative Media. അപ്പോൾ Siyal Creative Media എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഏകദേശം ഒരു 8-9 മാസത്തിന് മുമ്പ് ഞാനൊരു 3 പെയർ ഫൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ബീറ്റ ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫിഷ് ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ബ്രീഡിങ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനന്ന് വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ ബ്രീഡിങ്ങിന് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചത്തുള്ളിൽ എനിക്ക് ബ്രീഡായിട്ട് ഏകദേശം 1000-ൽ കുറയാത്ത കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫൈറ്റർ ബ്രീഡിങ്ങിൽ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ആർട്ടീമിയ വേണം. അതായത് നമ്മുടെ ആർട്ടീമിയ വിരിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫൈറ്റർ ബ്രീഡിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ആർട്ടീമിയ വിരിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു രണ്ട് ഫ്രിഡ്ജ് ബോക്സ് സെലക്ട് ചെയ്യുകയും അതിലേക്ക് ബദാം ലീഫ്, അതേപോലെ തന്നെ വൈക്കോല്, അതേപോലെ തന്നെ നമ്മുടെ വാഴയുടെ ഇലൊക്കെ വെച്ചിട്ട് വെള്ളം സെറ്റ് ചെയ്തിട്ടാണ് അതിലേക്കാണ് ഈ ഒരു കുഞ്ഞുങ്ങളെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു മൈക്രോവേംസ് കഴിച്ചിട്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം 8 മാസത്തോളം വളർന്നത്. അതിലേക്ക് ഞാൻ യാതൊരുവിധ ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരുവിധ ഫീഡും കൊടുക്കാണ്ട് ഈ ഒരു മൈക്രോവേംസ് മാത്രം കഴിച്ചിട്ടായിരുന്നു ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെ വളർന്നത്. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇതിനെ ശ്രദ്ധിക്കുമ്പോൾ ഏകദേശം എനിക്ക് ഒരു 30-35 ആ ഒരു കൗണ്ടിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ഒരു ടാങ്ക് മുഴുവനായി വറ്റിക്കാൻ പോവാണ്. ഏകദേശം 9 മാസത്തിന് ശേഷം നമ്മൾ ആ ഒരു ഫൈറ്ററിൻ്റെ ആ ഒരു ടാങ്കിനെ വറ്റിക്കാൻ പോവാണ്. അപ്പോൾ എത്രത്തോളം കുഞ്ഞുങ്ങൾ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ വറ്റിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഗൈസ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കനും കൂടി ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈറ്ററിൻ്റെ ടാങ്ക്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ഒരു 20ഓളം കൗണ്ടിലുള്ള ഫൈറ്റേഴ്സ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇതിനെ വറ്റിച്ച് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം നമുക്ക് ഫൈറ്റേഴ്സ് ഇതിൽ നിന്ന് ജീവനോട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ടാങ്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഒരു ഫൈറ്റർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ കിടക്കുന്ന ഈ ഒരു എണ്ണം ഞാൻ 8 വെച്ചതാണ് അപ്പുറത്തെ ടാങ്കിൽ നിന്ന്. കാരണം നമുക്കിതിൽ കൂത്താടികളൊക്കെ കൂടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, സമയങ്ങളിൽ തന്നെ നമുക്കതൊന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനിവിടെ വെള്ളം, അതേപോലെ തന്നെ ഉപ്പ്, അതേപോലെ തന്നെ ഗ്ലാസ് ഇത് ഇട്ട് വെക്കാനുള്ള ഒരു ഗ്ലാസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോൺ അയോഡൈസ്ഡ് കല്ലുപ്പാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് അയോഡൈസ്ഡ് എനിക്ക് കിട്ടിയത് കൊണ്ട് അയോഡൈസ്ഡ് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരാഴ്ചത്തോളം ബദാം ലീഫ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനെ കണ്ടീഷൻ എടുത്ത വെള്ളമാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ ഫൈറ്റേഴ്സിന് ഏതെങ്കിലും രീതിയിലുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെഡിസിനും കൂടിയായി മാറും ഈ ഒരു നമ്മുടെ വെള്ളം. അതിനാണ് ഞാനിവിടെ ബദാം ലീഫൊക്കെ കലക്കിയിട്ടുള്ള വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് വെച്ചിട്ട് കോരി നോക്കാം എത്രത്തോളം ഫൈറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കാണുന്ന ഫൈറ്ററിനാണ് ആദ്യം കോരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം കോരുമ്പോൾ എത്ര കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 5ഓളം പീസസ് കാണുന്നുണ്ട് മുകളിൽ തന്നെ. അപ്പോൾ അവരെ തന്നെ ആദ്യം നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ഫുൾ മൂണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ബ്രീഡിങ്ങിന് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫുൾ മൂണിൻ്റെ പെയറായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ബ്രീഡായി കിട്ടിയിട്ടുള്ള ഫിഷസും ഇതിലുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ എക്സൈറ്റ് ആയിട്ട് നമുക്ക് 2 ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൽ ബ്രീഡിങ്ങിന് ബ്ലൂ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ബ്രീഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിലൂടെ നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈറ്റേഴ്സൊക്കെ ഇതിൽ നിന്ന് ഏകദേശം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള വേസ്റ്റ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സംഭവം വേസ്റ്റൊന്നല്ല, എന്നാൽ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ ഈ ഒരു കവുങ്ങിൻ്റെ, അതായത് അടക്കയുടെ കവുങ്ങിൻ്റെ ഇലയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ വാഴയില, ഇതൊക്കെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും, അത്രയ്ക്കും അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബദാം ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് മാവിൻ്റെ ഇല, അതായത് നമ്മുടെ മാങ്ങയുടെ ഇല. അപ്പോൾ ബദാം ലീഫും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4-5 ടൈപ്പിലുള്ള ലീഫൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇത്രയ്ക്കും ഡാർക്കായിട്ടുള്ളത്. പക്ഷേ ഫൈറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി അധികമുള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര വെള്ളത്തിൽ നല്ല രീതിയിൽ അത് വളരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് വറ്റിക്കാം. ഈ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റമിലാണ് വെള്ളമൊക്കെ, എല്ലാ ടാങ്കിൻ്റെ വെള്ളം വറ്റിക്കുന്നത് ഈ ഒരു സിസ്റ്റമിലാണ്. അപ്പോൾ ഇതേ സിസ്റ്റം കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏകദേശം ഒരു 30 പോലെ, ഒരു 25-30 കൗണ്ടിലുള്ള ഫൈറ്റേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഗ്ലാസ്സിലിട്ട് കുറച്ച് പിന്നെ നോക്കണം. 1-2 സ്ലൈം ഡിസീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് ആ ഒരു ടാങ്കും കൂടി നമുക്കൊന്ന് വറ്റിക്കണം. അപ്പോൾ ആ ടാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഫിഷസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഈ ഒരു വേസ്റ്റ് നമുക്ക് നോക്കണം, ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടാങ്കിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ഇട്ടതാണ്. കൂത്താടുകളൊക്കെ കൂടുന്നത് കണ്ടിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇത്രയ്ക്കും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സെയിം ആണ്. അതേപോലെ തന്നെ അതായത് വൈക്കോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 ടാങ്കും ഞാൻ ഒരേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫൈറ്റേഴ്സ് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫൈറ്റർ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ബ്രീഡിൽ തന്നെ എനിക്ക് ഇത്രത്തോളം അതായത് ഫൈറ്റർ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറുതെയാണ്, കാരണം 1 രൂപ പോലും എനിക്കിതിൽ ചിലവായിട്ടില്ല, ഫ്രീ ആയിട്ട്. അതായത് ആദ്യം ഞാൻ ഫൈറ്റർ വാങ്ങിയ പണം മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ. പക്ഷേ അവർ വാങ്ങിയ പണം എനിക്ക് ഇവിടെ അതിൻ്റെ ഇരട്ടിയിലും ഇരട്ടി ഇവിടെ എനിക്കിതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഞാൻ വാങ്ങിയത് ഏകദേശം 1000 രൂപയിൽ 3 പെയറാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഏകദേശം ഇതിൽ 20ഓളം പീസസ് ഉണ്ട്. 25-30 പീസ് തന്നെ കൗണ്ട് പിടിച്ചാൽ ഒരു പീസിന് 100 രൂപ വെച്ചാലും എനിക്കിവിടെ 3000 രൂപയുടെ ഫിഷസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അത് പിന്നീടൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ഇത് ഫുൾ മൂണാണ്. ഓക്കെ, അതുപോലെ തന്നെ മിക്സഡ് ആയതുകൊണ്ട് തന്നെ കുറേ ടൈപ്പിലുള്ള ഫിഷസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫൈറ്റർ ബ്രീഡിങ്ങിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ആർട്ടീമിയ വിരിയിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഫൈറ്റർ ബ്രീഡിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓവറോളായിട്ട് ഏകദേശം 30 പീസ് ഫൈറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ച ഒരു ഗ്ലാസ്സുകളിലേക്ക് ഞാൻ ആക്കി വെച്ചിട്ടില്ല, കാരണം അതിൽ പ്ലേസ് കുറവാണ് 300 ml ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽസിലാണ് നമ്മുടെ ഫൈറ്ററൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.